പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 5 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും കുറേ വചനങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടായിരുന്നു.
അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ മുൻകൂട്ടി അറിയാമെന്ന് നമ്മൾ ഒരു വചനം വായിക്കുകയും ചെയ്തായിരുന്നു അല്ലേ? എന്ത് ചെയ്യണമെന്ന് യേശുവിന് മുൻകൂട്ടി അറിയാമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ യോഹന്നാൻ 6:6 വായിച്ചിട്ട് പറഞ്ഞത്, ഈ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞ് നടക്കുമെന്ന് തോന്നില്ല, ഈ വിജനപ്രദേശമാണ്, സന്ധ്യയാകാൻ പോണ്, ജനങ്ങളെ പറഞ്ഞു വിടുകയായിരിക്കും നല്ലത്, ഇത്രയും ആൾക്കാർക്ക് എവിടെ ഭക്ഷണം കിട്ടാനൊക്കെ ചോദിക്കും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചപ്പോൾ ഈശോ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങളതിനെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളെവിടെ കൊടുക്കാനാ? ഇവരങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളെവിടെ കൊടുക്കാനാ? എന്തുമാത്രം പൈസ വേണ്ടി വരും എന്നൊക്കെ ഇവരങ്ങ് വെറുതെ ചുമ്മാ മാനസികമായിട്ട് കുറേ ആലോചന നടത്തുകയാണ്. ചിലരുടെ ജീവിതത്തിൽ ഈ മാനസിക ആലോചന മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ മാനസിക ആലോചന കൊണ്ട് അവർ പോകും. എനിക്ക് ഇപ്പം ഞാൻ അച്ഛനായിട്ട് 40 കൊല്ലമായി. ഇന്ന് വരെ എനിക്ക് മനസ്സിലാക്കണത് എന്താ വെച്ചാൽ, ഈ മനുഷ്യന്മാർ പകുതി മുക്കാൽ, ഇൻക്ലൂഡിങ് പ്രീസ്റ്റ്, പകുതി മുക്കാലും മനുഷ്യർ, ഒരു 90-90% മനുഷ്യർ മാനുഷികമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അവിടെ ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ദൈവം അതിന് സന്ദേശം നമുക്ക് കൈമാറുമോ? ഒന്നുമില്ലെങ്കിൽ നമ്മളത് വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാത്ത ഒരു അപകടകാരികളുണ്ട്. വീട്ടിൽ എപ്പോഴും പ്രാർത്ഥിക്കാത്തവരുടെ ഒരു കാര്യത്തിലും അവർ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ തലവെച്ച് കൊടുക്കരുത്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, അവരുടെ ജഡമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് മുഴുവനും കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും ചതിപ്രയോഗങ്ങളും നമ്മൾ ഒളിച്ചിരിപ്പുണ്ടായ സംഭവത്തിൽ. പ്രാർത്ഥിക്കാത്തവന് സുഖമില്ല, അവന് ദൈവത്തെ വിശ്വസിക്കാത്തവന് പിന്നെ എന്താ? പിന്നെ വലിയ മാനവികതയൊക്കെ പറഞ്ഞാലും അവന് ഇഷ്ടമുള്ള ചെയ്യാമല്ലോ. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തെയും ഭയപ്പെടാത്തവന് നമ്മൾ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടാത്തവരെയും ഇപ്പോൾ ചില വചനമില്ലേ, ഞാൻ മനുഷ്യനെ മാനിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്ന്. വചനം എടുത്ത് ലൂക്ക 18:4. കുറേ നാളത്തെ സാധു വിധവ വന്ന് ഈ മനുഷ്യരൊക്കെ നീതി നടത്താൻ വേണ്ടി കേണപേക്ഷിക്കുന്ന രംഗമാണ്. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. അയാൾ ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്ക് ബൾബ് കത്തി. ഞാൻ ദൈവത്തെ ഉണ്ട്, അതാണ് ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത്, അയാൾക്ക് ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതാണ് വിഷയം. ശല്യപ്പെടുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി, അല്ലെങ്കിൽ അവൾ ഇവിടുന്ന് വിട്ടു പോകത്തില്ല. അതാണ് വിഷയം. എന്നെ അസഹ്യപ്പെടുത്തും. അപ്പൊ ഈ ദൈവം ഇല്ലാത്തവന്റെ ഒക്കെ അവസ്ഥ അതാണ്, മൈൻഡ് സെറ്റ് അതാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല. ദൈവത്തെ ഭയപ്പെട്ടില്ല, പിന്നെ മനുഷ്യനെ മാനിക്കേണ്ട കാര്യം എന്താ അതിൻ്റെ ഗ്രൗണ്ട് എന്താ? ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ വൈ ഷുഡ് വി ഫിയർ മാൻ? അതിന് ഗ്രൗണ്ടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു മാനുഷികമായ കാഴ്ചപ്പാടെന്ന് പറയും. മാനുഷികം എന്ന് പറഞ്ഞാൽ എന്താ? കാലകാലങ്ങളായിട്ട് മതത്തിൻ്റെ ചൈതന്യങ്ങളാലും മനുഷ്യത്വത്തിന് മതം കാഴ്ചവെച്ചിട്ടുള്ള മനുഷ്യത്വത്താൽ പരിപക്വമായിട്ടുള്ള മനസ്സാക്ഷി എന്നാണ് ഈ നിരീശ്വരവാദികൾക്ക് പോലും മനുഷ്യന്മാരോട് ഒരു അഫിനിറ്റി തോന്നണത്. അത് സഞ്ചിതാവബോധത്തിൽ നിന്ന് ജനിതകമായി കൈമാറിയിട്ടുള്ള സഞ്ചിതാവബോധത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതും ദൈവവിശ്വാസികളുടെ സംഭാവനയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യനെ മാനിക്കേണ്ട കാര്യമില്ല. അപ്പം പക്ഷേ ഇങ്ങനെയുള്ള വിഷയമുള്ള ആൾക്കാർ, ദൈവത്തെ ഭയപ്പെടാത്ത മനുഷ്യനെ മാനിക്കാത്ത ഒരാൾ, നിങ്ങളുടെ മക്കൾ അങ്ങനെ ഒരാളായിട്ട് വളർന്നു വന്നാൽ നിങ്ങൾക്ക് അത് മതി ലോകം എപ്പോഴും സങ്കടപ്പെടാൻ. എന്താ കാര്യം? നിങ്ങൾ പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിച്ചില്ല. നിങ്ങൾ ഓർക്കണം 8ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ വേദപാഠം തീർന്നില്ല എന്നാണ്. അങ്ങനെയല്ല. 10ാം ക്ലാസ്സും 13ാം ക്ലാസ്സും എല്ലാം കഴിഞ്ഞാലും ദൈവത്തെ പഠിക്കണതിന് ഇപ്പം ഞാൻ ഈ 40 കൊല്ലം അച്ഛനെന്ന് പറഞ്ഞില്ലേ, വീട്ടിലും നല്ല വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഉള്ള വീടാണ്. അപ്പം ചെറിയ വീടാണെങ്കിലും ഈ പറഞ്ഞ ദൈവമുണ്ട് അവിടെ. കാര്യം ഞങ്ങൾ അച്ഛന് 2 പേര് ശുശ്രൂഷകരായിട്ട് വീട്ടിൽ നിന്ന് വന്ന്, ഞാനും എൻ്റെ ചേച്ചി കന്യാശ്രീ. അപ്പം എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഭവനത്തിൽ നിന്നിങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവ തിരുസന്നിധിയിൽ നിന്ന് ഇപ്പം 40 കൊല്ലം കൂടി പൗരോഹിത്യ ജീവിതം കഴിഞ്ഞപ്പോഴും
ഇപ്പോഴും ഞാൻ പറയും ദൈവത്തിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനിരിക്കണമെന്ന്. പിന്നെ എങ്ങനെ നിങ്ങൾ പറഞ്ഞ കാറ്റഗറിസം 10ാം ക്ലാസ് വെച്ച് അവസാനിപ്പിക്കണത്? യു ഡോണ്ട് നീഡ് ഗോഡ്. അതല്ലേ പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ല. നിങ്ങളുടെ പല പരിപാടി ജഡികമായ കാര്യങ്ങൾക്ക് ദൈവം കൊണ്ട് നടന്നാൽ ശരിയാകാത്തത് മനസ്സിലാകുമ്പോഴാണ് ചില ആൾക്കാർ പിള്ളേരെ പോലും വേദപാഠത്തിൽ പിടിയത്തില്ല. ഏറ്റവും വലിയ ക്രൈമാണ്. ഇപ്പം തൂഫാനൊക്കെ നാട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിന് ജനത്തിൻ്റെ സപ്പോർട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ പിന്നോട്ട് പോകരുത്. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ജനം അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഇത് അണ്ടേ കൊണ്ട് വളം വെക്കണ പരിപാടിയാണ്. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ചൊട്ടക്ക് തന്നെ വളം വെക്കണം. അവരുടെ മാതാപിതാക്കന്മാരുടെ കയ്യിലാണ് കുഞ്ഞുങ്ങളിരിക്കുന്നത്. നിങ്ങളല്ലേ ആരെയും കെട്ടി വളർത്തുന്നത്. 3 ദിവസം 3 വയസ്സാകുമ്പോഴല്ലേ പള്ളി കൊണ്ടുവരണത്. കുറിച്ചൊക്കെ വരപ്പിക്കണത് 4 വയസ്സിലല്ലേ. അതുവരെയും നിങ്ങളുടെ കൂടെയാണ് കുഞ്ഞുങ്ങളുള്ളത്. അതിന് ശേഷവും നിങ്ങളുടെ കൂടെ തന്നെ കുഞ്ഞുങ്ങളുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന പ്രായത്തിൽ കർത്താവിൻ്റെ ചൈതന്യം അവർക്ക് കൊടുക്കുക. അത് നമുക്ക് ബാധ്യസ്ഥരാണ്. വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താമെന്നും മാതാപിതാക്കന്മാർ തമ്മിൽ മരണം വരെ വേർപിരിയാതിരിക്കാമെന്നും നിങ്ങൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് സഭ നിങ്ങളെ കൂതാശയിച്ച് വിവാഹിതരാക്കിയെന്ന് ഓർക്കണം. ആ ഉത്തരവാദിത്വം എടുത്തില്ലെങ്കിൽ ആ വിവാഹത്തിൻ്റെ കൃപ പോകും. അതുകൊണ്ട് വളരെ ചൈതന്യത്തോടു കൂടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ദൈവത്തിന് നിരക്കുന്ന ദൈവിക ആത്മാവിനെ വിവേചിക്കാൻ മനസ്സിലാകുന്ന എത്ര വയസ്സായാലും പിന്നെയും കർത്താവിനെക്കുറിച്ചുള്ള അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് വേദപാഠം നിർത്തരുത്. ഞാൻ ഇത്രയും പ്രായത്തിലും വേദപാഠം നിർത്തിയിട്ടില്ല. എപ്പോഴും കർത്താവിനോട് ചോദിച്ചും ആലോചിച്ചും വചനം വായിച്ചും പഠിച്ചിട്ടുണ്ടിരിക്കുക. പഠിച്ചാലും എത്ര ജന്മം കിട്ടിയാലും തീരത്തില്ല. അത്രയും വലിയ സബ്ജക്റ്റാണ് വേദപാഠം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.